എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായിട്ടവൻ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, അനുഗ്രഹമായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ യേശു നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലത്തെ ആത്മീയ ശ്രദ്ധയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഹിതം, ദൈവം വിളിച്ച വ്യക്തിക്ക് വേണ്ടി എപ്രകാരം എന്ന് യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ കാണിച്ചു തരുന്ന ഒരു അധ്യായത്തെയാണ് നമുക്ക് ഏവർക്കും അവിടെ കാണുവാൻ കഴിയുന്നത്. മുഴുവൻ രാത്രി അധ്വാനിച്ചു, മുഴുവൻ രാത്രി താൻ പരിശ്രമിച്ചു, തന്റെ കഴിവിന്റെ പരമാവധി താൻ അധ്വാനിച്ചു. പക്ഷെ ഒന്നും നേടുവാൻ കഴിയാതെ നിരാശപ്പെട്ടവനായി ഒഴിഞ്ഞ പടകുമായി മറ്റുള്ളവരുടെ കൂടെ പോയി നിൽക്കുവാനോ സഹകരിക്കുവാനുള്ള മനസാന്നിധ്യമില്ലാതെ വേറിട്ടവനായി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായി നമുക്കവിടെ ശിമോൻ പത്രോസിനെ കാണുവാൻ കഴിയും. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് നമ്മിൽ നിന്ന് എന്താണ് വേണ്ടത്, ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. ഈ കർത്താവിന്റെ ദാസൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇന്നെ കേൾക്കുന്ന അനേക ദൈവജനങ്ങൾ ദൈവത്തിന്റെ വിളി പ്രാപിച്ചിട്ട് ഈ ലോകത്തിൽ നിന്നും അനേക ശ്രമങ്ങൾ നടത്തി നല്ല രീതിയിലുള്ള ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കി ഒരുപാട് അറിവുകളൊക്കെ നേടി ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ ലോകപ്രകാരമുള്ള അറിവിനെ ഒക്കെ സംഗ്രഹിച്ചുകൊണ്ട് ഇനി എന്നെ കർത്താവ് ഉപയോഗിക്കും, അതിനുള്ള ഒരു എലിജിബിലിറ്റി, അതിനുള്ള ഒരു കഴിവ് എൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്, ഇനി എന്താണെങ്കിലും കുറവ് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുന്ന അനേക ദൈവഭക്തന്മാരും ദൈവജനവും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ വചനത്തിൽ കൂടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു നമ്മളെ കാണിച്ചു തരുന്നൊരു ദൃഷ്ടാന്തമുണ്ട്. യേശു പറഞ്ഞു, യേശു ഇവിടെ കടന്നു വന്നപ്പോൾ ഒരുപാട് പുരുഷാരത്തെ കാണുകയാണ്. അപ്പോൾ യേശു കർത്താവ് കടന്നു വന്ന് ആ പുരുഷാരത്തിനരികിൽ കൂടെ ആ പുരുഷാരത്തെ ഒന്ന് ചികഞ്ഞ് മാറ്റി യേശു വീണ്ടും മുന്നോട്ട് കടന്നു പോവുകയാണ്. യേശു എന്താണ് തിരയുന്നത്? യേശുവിന് എന്താണ് ഈ പുരുഷാരത്തിൽ എങ്ങും കാണുവാൻ കഴിയാതിരുന്നത്? യേശു പറയുകയാണ്, എനിക്ക് വേണ്ടത് ഒഴിഞ്ഞ പടകിനെയാണ്, നിറഞ്ഞവരെ അല്ല എനിക്ക് വേണ്ടത്, ഒഴിഞ്ഞ പടകിനെയാണ് എനിക്ക് ഇന്ന് പകൽക്കാലം വേണ്ടത്. ഹല്ലേലൂയ. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് പുരുഷാരം കൂടുന്നിടത്ത്, ഒരുപാട് ക്രൗഡ് കൂടുന്നിടത്ത് വലിയ ജ്ഞാനവും തത്വജ്ഞാനവും വശീകരണ വാക്കും ഒരുപാട് മാനുഷിക ലോകപരമായ അറിവുകളൊക്കെ ഉണ്ടെങ്കിലും യേശു പറയുക, എനിക്ക് ഒഴിഞ്ഞ പടകിനെ വേണം, ഞാൻ അതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ അതിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ പദ്ധതിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെ അറിവിനെ യേശുവിന് ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. ഫിലിപ്പ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, യേശു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു. ശൂന്യമാകി, ഹി മേഡ് ഹിംസെൽഫ് എംപ്റ്റി. നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കുറെ അറിവുകളുമായി ദൈവരാജ്യത്തെ പണിയുവാൻ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് വെറും വ്യർത്ഥമാണ്. ഇത് ശിമോൻ പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. യേശു പറയുകയാണ്, എനിക്ക് ഒഴിഞ്ഞ പടകിനെ വേണം. നമ്മൾ ഈ ലോകത്ത് നേടിയെടുത്തിരിക്കുന്ന അറിവുകളും നമ്മൾ ഈ ലോകത്തിൽ നേടിയിരിക്കുന്ന കാര്യങ്ങളും ഇതൊന്നുമല്ല കർത്താവിന് ഇന്ന് ആവശ്യം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ ദൈവജനമേ, തന്നെ താൻ താഴ്ത്തിയേൽപ്പിക്കുക, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളിതിനെ സമർപ്പിക്കുക. ദൈവം നമ്മെ ഏവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കുമാറാകട്ടെ.